Hello people, welcome back to my channel and welcome back to the vlog and welcome back to the beautiful city of Trivandrum. ഇന്ന് ഞാൻ ഒരു GT 19300ന്റെ Teardown ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇതിനെ മറ്റേ ബാക്കിൽ കവർ ഊരുന്ന സാധനമാണ് കവർ ഊരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഫോണിനൊക്കെ ഗ്ലാസ് ആണെങ്കിൽ ഇത് പഴയ ഫോണാണ്, അതുകൊണ്ട് ഇത് ചുമ്മാ പുറയിൽ നിന്ന് ഇളക്കിയാൽ മതി. ഇനി അതിനകത്ത് 5-6 സ്ക്രൂ ഉണ്ട്. പക്ഷേ ആ സ്ക്രൂ ഇളക്കണമെങ്കിൽ നല്ല ചെറിയ സ്ക്രൂ ഡ്രൈവർ വേണം. എനിക്ക് ഉണ്ടായിരുന്നു, ആ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പം എല്ലാ സ്ക്രൂ ഇളക്കിയിട്ടുണ്ട്. ഇനി ആ ബാറ്ററി ഒന്ന് ഊരിയാൽ നമുക്ക് സിമ്പിളായിട്ട് പുറയിലത്തെ ആ ബാക്ക് കവർ അങ്ങ് ഊരാൻ പറ്റും. മദർ ബോർഡ് കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവർ ഊരാൻ പറ്റും. നമ്മൾ ബാറ്ററി ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡിൻ്റെ കവർ ഊരുന്നത്. ഇനി നമുക്ക് അവിടുത്തെ 4 കണക്റ്റേഴ്സ് ഊരിയാൽ മതി. അത് സിമ്പിളാണ്. കൈയിൻ്റെ നഖവും വെച്ച് അതിൻ്റെ അടിയിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിയാൽ മതി. അപ്പോൾ അതങ്ങ് ഊരി വന്നോളും. പിന്നെ ക്യാമറയുടെ കണക്ടർ ഊരണം. എന്നിട്ട് മറ്റേ ക്യാമറ ലെൻസ് അങ്ങ് ഊരണം. നൈസായിട്ട് ആ സ്ക്രൂ ഒന്ന് ഇച്ചിരി ലൂസാക്കിയിട്ട് നമുക്കതങ്ങ് ഊരിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കത് പതുക്കെ ആ പ്ലാസ്റ്റിക് സാധനം ഒടിയാതെ നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മദർ ബോർഡും എല്ലാ കണക്ടറും ഊരിയൊന്ന് നോക്കിയിട്ട് നമുക്ക് ആ മദർ ബോർഡ് അങ്ങ് ഊരിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്തുള്ള റിപ്പയർ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഇത് നമുക്ക് മാറ്റിയാൽ ഒരുമാതിരി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ എന്നിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മദർ ബോർഡ് മാറ്റണം. ഇതാണ് നമ്മുടെ മദർ ബോർഡ്. അതിൻ്റെ കൂടെ ഒരു ക്യാമറ ഉണ്ട്. ഇതാണ് ബാക്ക് കവർ. എല്ലാ സ്ക്രൂവും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇതാണ് ബാറ്ററി, നമ്മുടെ സ്പീക്കർ, ഇതിനകത്തുള്ള എല്ലാ പാർട്സും ഡെലിക്കേറ്റാണ്. അപ്പം നമ്മളത് സൂക്ഷിച്ച് വേണം. അത് നമ്മൾ എടുക്കുമ്പോഴും തിരിച്ച് വെക്കുമ്പോഴും ഒക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇനി ഇതെല്ലാം പാർട്സായി ഇരിക്കുമ്പോൾ എങ്ങനെ ഫോൺ ഇരിക്കുമെന്നുള്ള ഫോട്ടോയാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് തിരിച്ച് എല്ലാം ഒന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് അവസാനത്തെ സ്റ്റെപ്പായ ബാറ്ററിയും തിരിച്ച് ആ കവറും കൂടെ കയറ്റിയിടണം. ഇനി നമുക്ക് ആ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് നോക്കിയിട്ട് ആ ബാറ്ററി തിരിച്ചിടാം. എന്നിട്ട് നമുക്ക് ആ ബാക്ക് കവർ തിരിച്ച് എല്ലാം ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.